ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഫിയെക്കുറിച്ചാണ്, അതായത് കീറ്റക്കാരുടെ കോഫിയെക്കുറിച്ച്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ചിക്കറിയില്ലാത്ത 100% കോഫി ബീനായിട്ടുള്ള ഏത് കോഫിയും നമുക്ക് ഉപയോഗിക്കാം. മുമ്പ് ഞാനൊരു വ്ളോഗ് ചെയ്തപ്പം അതിനകത്ത് കുറച്ച് കോഫിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ചിക്കറിയില്ലാത്ത നമ്മൾ വീട്ടിൽ കാപ്പി ഉണ്ടായത് ഉണക്കി പൊടിച്ചത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൽ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ് മണീസ് കോഫി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ പൊതുവേ പറയും നെസ്ലയുടെ ക്ലാസിക് ഉപയോഗിക്കുക എന്ന്. നോർമലായിട്ട് നമ്മൾ അങ്ങനെയാണ് പറയുക. അത് 100% കോഫി ബീനായിട്ടുള്ള ഒന്നിനെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനർത്ഥം അത് മാത്രമേ ഉപയോഗിക്കാവൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉപയോഗിച്ച കുറച്ച് കോഫിയാണ് പരിചയപ്പെടുത്തുന്നത്. കുറച്ച് ബ്രാൻഡ്സും അതിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് കോഫി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ നാട്ടിലെ ബ്രാൻഡാണ് ബ്രൂവിൻ്റെ ഗോൾഡ് ആണിത്. അത് ബ്രൂവിൻ്റെ വേറെ ഉണ്ട്, അതിനകത്ത് ചിക്കറി ഉണ്ട് കേട്ടോ. പക്ഷേ ബ്രൂവിൻ്റെ ഗോൾഡിനകത്ത് ചിക്കറിയൊന്നുമില്ല. ഞാൻ കഴിച്ച കോഫികളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റും നല്ല അരോമയൊക്കെ കിട്ടിയത് ഈ ഒരു കോഫിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കണ്ടാൽ നമ്മളൊരു അല്പം സംശയിച്ച് പോകും, ഇതിനകത്ത് ചിക്കറി അങ്ങ് ഉണ്ടോയെന്ന്. അപ്പോൾ പൊതുവെ മറ്റുള്ളതിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള നല്ലൊരു കോഫിയാണ് ഇത്. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയതാണിത്. പിന്നെ ഒരെണ്ണം കാണിക്കുന്നത് ഡേവിഡോഫിൻ്റെ തന്നെ 2-3-4 ഐറ്റം ഉണ്ട്. ഇത് ഫൈൻ അരോമയാണ്. ഇത് കുഴപ്പമില്ല, നല്ലൊരു റിച്ച് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഓരോ കോഫിയുടെയും പുറകിൽ അതിൻ്റെ മേക്കിങ്ങിൽ എത്രയാണ് കോഫി പൗഡർ എത്രയാണ് വേണ്ടതെന്നുണ്ടാകും. അപ്പോൾ നമ്മളിത് മധുരം ഇടാതെ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം ഇതിൽ പറഞ്ഞ അത്രയും കോഫി എടുക്കണ്ട. അപ്പോൾ ഇതിലൊരു ടീസ്പൂൺ എന്ന് പറഞ്ഞാലും ഞാനതിൻ്റെ ഒരു 3/4 ടീസ്പൂണൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കയ്പ്പ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിപ്പം ബോട്ടിൽ പൊട്ടിച്ചിട്ട് കുറച്ച് കാലമായെങ്കിലും കൂടിയിട്ട് അധികം ഇത് ഒട്ടിപ്പിടിക്കില്ല. പൊതുവേ നമ്മൾ കോഫി കാറ്റ് തട്ടിയാൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഇതങ്ങനെ അത്ര പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതല്ല. പിന്നെയാണ് സാധാരണ നമ്മൾ പറയാറുള്ള നെസ്കഫേൻ്റെ ക്ലാസിക്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് പറയുമ്പം ഇതൊരു കയ്പ്പാണ്. ഈ പൊതുവെ ക്ലാസിക്കിൽ അല്ലെങ്കിൽ ഡാർക്ക് മൂടി വരുന്നതിലൊക്കെ ടേസ്റ്റ് മുന്തി നിൽക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടിണ്ടാവില്ല അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇത് 100% കോഫി ബീനായിട്ടുള്ള മറ്റൊരു കോഫിയാണ്. പിന്നെ അതേപോലെയാണ് ഇവിടെ തന്നെയുള്ള പൊതുവെ എല്ലായിടത്തും കിട്ടുന്നൊരു ബ്രാൻഡാണ് ക്ലാസാനോ എന്ന് പറഞ്ഞിട്ട്. ക്ലാസാനോയുടെ റിച്ച് ഇത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എടുത്തിട്ടിപ്പോൾ തീരാനായി, ഏകദേശം ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട് ഇത്. പിന്നെ ബാജയുടെ മൈൽഡും ഉണ്ട്. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ക്ലാസിക് കോഫി റെഡ് മഗ്ഗാണ്. ഇത് നെസ്കഫേയിലുള്ള പോലെ തന്നെയാണ് കേട്ടോ. ബാജയിലുണ്ട് ഇതിൻ്റെ ക്ലാസിക് കോഫി ഉണ്ട്, അതേപോലെ ഇങ്ങനെ മൈൽഡ് വരുന്നുണ്ട്. അത് നെസ്ലയിലാവുമ്പം റെഡ് മഗ്ഗാണ് വരിക. പിന്നെ അതേമാതിരി ഇതിൻ്റെ തന്നെ ഗോൾഡും ഉണ്ട്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റാണ്. പുതിയൊരു ബ്രാൻഡാണെങ്കിലും കൂടിയിട്ട് നല്ല കോഫിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലും തന്നെ ഈ മൈൽഡിനേക്കാളും അതിൻ്റെ പേര് പോലെ തന്നെ ടേസ്റ്റിലും ഇത് ഇത്തിരി കയ്പ്പ് കൂടി നിൽക്കും. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാലും നമുക്ക് നല്ലൊരു കോഫിയാണ് കിട്ടുക. ഞങ്ങളിപ്പം 2 തരം കോഫിയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കലുണ്ട്. അപ്പോൾ ബാജയുടെ തന്നെ ഗോൾഡും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രൈസിലൊക്കെ വരാറുണ്ട്. 15 റിയാലിനൊക്കെ 200-ൻ്റെ ബോട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത തവണ ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ബാജയുടെ ഗോൾഡാണ്. പിന്നെ അതേപോലെ തന്നെ അൽറയ സൂപ്പർ മാർക്കറ്റിൻ്റെ അവരുടേതായിട്ടുള്ള ബ്രാൻഡിൽ വരുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ വാങ്ങിച്ചത് ഇത് ക്ലാസിക്കാണ്. പക്ഷേ ഇതിൻ്റെ മൈൽഡായിട്ടുള്ള ടേസ്റ്റാണിത്. ഇതിൻ്റെ ഡാർക്ക് ടേസ്റ്റിലുള്ളതും ഉണ്ട്, കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. പിന്നെ അതിൻ്റെ ഗോൾഡ് കേട്ടോ. പക്ഷേ പൊതുവേ ഗോൾഡാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത്. ഇതും കുഴപ്പമുണ്ടെന്നല്ല, പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. പൊതുവേ ഗോൾഡിനാണ് മറ്റുള്ളവരെക്കാളും കുറച്ച് പ്രൈസ് കൂടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ തീർന്ന് കാലി ബോട്ടിലാണ്. അപ്പോൾ ഞാനിത് കോഫി കളക്ഷനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതും കുഴപ്പമില്ല, നമ്മൾ നെസ്ലേൻ്റെ അത്ര ഒന്നും വിലയില്ലെങ്കിലും ടേസ്റ്റൊക്കെ കുഴപ്പമില്ല. അത്ര അതിനോട് ഒരു ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിലും ഏകദേശം റെഡ് മഗ്ഗിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെതും.
പിന്നെ അതുപോലെ തന്നെ ഹീലിയുടെ ബ്രാൻഡിൽ വരുന്ന ഇൻസ്റ്റൻറ്റ് കോഫിയാണിത്. ഇത് റെഡ് മൂടിയാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് പൊതുവേ ഇത്തിരി കൂടി ഒരു കയ്പ്പായിട്ടാണ് തോന്നിയത്. ഞാൻ സാധാരണ എടുക്കുന്നത് 3/4 ടീസ്പൂൺ ആണെങ്കിലും ഒരു കപ്പിലേക്ക് അര ടീസ്പൂണൊക്കെ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വന്നത്. പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കോഫിയുടെ സെക്ഷനിൽ നിന്ന് പൊടിച്ച് വാങ്ങുന്ന കോഫിയുണ്ട്. നമ്മൾ ലൈവായിട്ട് തന്നെ അവർ പൊടിച്ച് തരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ധാരാളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് ധനൂബിൻ്റെ കിട്ടുന്ന തുർക്കിഷ് കോഫി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡയറ്റിൽ ആദ്യമൊക്കെ ഇത് തന്നെയായിരുന്നു സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഓഫറിൽ പലപ്പോഴും കിട്ടാറുണ്ട്. ഇത് 1 കിലോക്ക് 21 റിയാൽ വെച്ചിട്ട് ഓഫർ വരാറുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് മേക്കിംഗ് ഒരു പ്രത്യേക രീതിക്ക് തന്നെയാണ്. സാധാരണ കോഫി തിളച്ച വെള്ളം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കപ്പിലേക്ക് കോഫി പൊടി ഇട്ടിട്ട് ആ വെള്ളം കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മൾ പൊടി ഇട്ടിട്ട് തിളപ്പിക്കണം. അപ്പോഴേ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റൊക്കെ അതിനകത്ത് വരുള്ളൂ. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് തന്നെ സ്പെഷ്യലാണ്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ളൊരു ബാബ്മക്ക എന്നുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഈ ഒരു കടേൻ്റെ പേര് എനിക്ക് ശരിക്കും ഒരു ഓർമ്മയില്ല. അറബിക്കിലാണുള്ളത്. അറബിക് എക്സ്പ്രസ്സോ ആണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് എക്സ്പ്രസ്സോ അടിപൊളിയാണ്. നമ്മൾ കോഫിയുടെ കൂടെ തന്നെ ഒരു ചെറിയൊരു പുളിപ്പ് ടേസ്റ്റും കൂടി വരുന്നുണ്ട്. അതാണ് ഈ എക്സ്പ്രസ്സോൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കോഫി മെഷീനിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞങ്ങളിപ്പം സാധാരണ ടീ പോട്ടിൽ തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ നോർമലായിട്ട് ഇവിടെ നോമ്പിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഗാവ ഉണ്ടാക്കും. അപ്പോൾ റംസാൻ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഗാവ കഴിക്കാവുന്ന. ഗാവ എന്ന് പറഞ്ഞാൽ കോഫി തന്നെ കേട്ടോ. കാപ്പിക്കൊരു പല സ്റ്റേജിലായിട്ട് പൊടിച്ചതിന് പല കളറുണ്ടാകും. ചിലപ്പം വെള്ളം ഉണ്ടാകും, നേരിയൊരു പച്ച ഉണ്ടാകും. പിന്നെ ഇത് വന്നിട്ട് ഇതേപോലെ ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കളറിലുണ്ടാകും. അപ്പോൾ ഇത് ബ്രൗണിഷ് ആയിട്ടുള്ള കളറിന് നമ്മൾ സാധാരണ ഒരു കോഫിയുടെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഗാവായിട്ട് കുടിക്കുമ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറായിട്ടുള്ള ഒരു പച്ചയിലോ അല്ലെങ്കിൽ നേർത്തൊരു ഗോൾഡൻ കളറായിട്ടുള്ള ഒരു പൊടിയാണ് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള കോഫീൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ. മുമ്പ് റെഡ് മഗ് യൂസ് ചെയ്തിട്ടുണ്ട് നെസ്ലേൻ്റെ. പിന്നെ അതേപോലെ ഇപ്പോൾ ഒരു പുതിയ റെഡ് മഗും പിന്നെ നെസ്ലയുടെ തന്നെ നെസ്ലെ ഗോൾഡും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാനിപ്പോൾ എല്ലാം കൂടെ ഒരുപോലെ പൊട്ടിച്ചിട്ട് കാറ്റ് തട്ടിയിട്ട് ഉണങ്ങിപ്പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒട്ടിപ്പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് പൊട്ടിക്കാതെ വെച്ചതാണ്. ഇൻഷാ അല്ലാഹ് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇത് ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതാണിത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ബ്രാൻഡ് നെസ്ലെ തന്നെ ആവണമെന്നില്ല, അത് ഇത്തിരി വില കൂടും. അതിൻ്റെ താഴേക്ക് നമുക്ക് ബാജയോ പിന്നെ അൽറയ അല്ലെങ്കിൽ ഹീലി ക്ലസനോ അതൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഡേവിഡ് ഓഫൊക്കെ സാധാരണ നല്ല വിലയുള്ള കോഫിയാണ്, നെസ്ലേനേക്കാളും വിലയുള്ളതാണ്. പക്ഷേ ഓഫറിന് വരുമ്പോൾ നമുക്ക് വാങ്ങിച്ചിട്ട് ടേസ്റ്റ് നോക്കാം. സാധാരണ ആമസോണിലൊക്കെ ഇതൊക്കെ ഓഫറിന് കാണാറുണ്ട്. നാട്ടിൽ നിന്ന് ആമസോണിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ ചില സമയത്ത് നല്ല ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങിക്കാം കേട്ടോ. പിന്നെ ചിലർ ഇതിൻ്റെ റിവ്യൂലൊക്കെ പറയുന്ന കാണാം അതിൻ്റെ ബോട്ടിൽ പൊട്ടിയിട്ടാണ് കിട്ടിയത് എന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത കോഫിയുടെ വിവരങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് എനിക്ക് ബ്രൂവിൻ്റെ കോൾഡാണ് ഇഷ്ടമായത്. അപ്പോൾ ഈ കോഫികളെല്ലാം തന്നെ 100% കോഫി ബീന് മാത്രമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൊക്കോ പൊടിയൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് കോഫി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടി കിട്ടും. പിന്നെ നമ്മൾ നന്നായിട്ട് ഒരല്പം 3-4 സ്പൂണ് പാലൊക്കെ ചേർത്തിട്ട് കോഫി നന്നായിട്ട് ഒരു ഹാൻഡ് ബ്ലെൻഡർ കൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നന്നായിട്ട് പത നിൽക്കും. അതിൻ്റെ പുറത്ത് ഇത്തിരി കൊക്കോ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൊടി അതിനകത്താണ്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് വരുമ്പോൾ നമുക്കൊരു ചോക്ലേറ്റ് ടേസ്റ്റ് ഇങ്ങനെ തോന്നും, ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് തോന്നും. അപ്പോൾ അങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത്തിരി പൂപ്പൊടിയോ കായപ്പൊടിയോ പട്ടപ്പൊടിയോ ഒക്കെ ഒരു രുചിമാറ്റത്തിന് വേണ്ടിയിട്ട് ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ കട്ടൻ കാപ്പിയാണെങ്കിലും ഇതേപോലെയൊക്കെ അതിന് കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കോഫിയെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇനി നെസ്ലെ ക്ലാസിക് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കണ്ട. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊരു കുറച്ചും കൂടെ നല്ലൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.
പിന്നെ ഡേവിഡ് ഓഫിനിൽ തന്നെ 4 തരം ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏത് വേണമെങ്കിലും പറ്റും. പിന്നെ ബ്രാൻഡുകൾ തുർക്കിഷ് കോഫിയും ഫിൽറ്റർ കോഫിയൊക്കെ ഇതേപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ മാസ്ട്രോൻ്റെ ആണ്. പിന്നെ അതേപോലെ ഇല്ലിയുടെ ബ്രാൻഡിൻ്റെ കോഫി ഉണ്ട് കിട്ടാൻ ക്ലാസിക്കൊക്കെ ആയിട്ട്. അപ്പോൾ 100% ഏതൊരു കോഫിയും നമുക്ക് ഇതേപോലെ ശരിക്കും പുറത്തൊക്കെ ഒന്ന് പരിശോധിച്ച് എഴുതിയതൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് ചിക്കറിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾ കോഫി എടുക്കുമ്പോൾ 2 in 1 3 in 1 അതെടുക്കരുത് കേട്ടോ. 3 in 1 പാല് പഞ്ചസാര കോഫിയാണ് വരുന്നത്. പിന്നെ പഞ്ചസാര ഉള്ളതുകൊണ്ട് കണ്ണും പൂട്ടി ഒഴിവാക്കാം. 2 in 1 ആണെങ്കിലും തന്നെ അതിനകത്ത് പാല് വരുന്നുണ്ട്. അതിനകത്തുള്ള പാൽപ്പൊടി എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.